Su-30, Su-35 ഈ രണ്ട് വിമാനങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പലരും Su-35ഉം Su-30യും തങ്ങളുടെ പ്രിയപ്പെട്ട ഫൈറ്റർ ജെറ്റ് വിഭാഗത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ വിമാനങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ മികച്ച പ്രകടനം നടത്തിയില്ല എന്ന നിരവധി ആരോപണങ്ങളും നിരവധി നഷ്ടങ്ങളും റഷ്യൻ വ്യോമസേനയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഉക്രൈനിലെ Su-27 പൈലറ്റ്മാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ പേര് കോഡ് നെയിം സാബർ എന്നാണ്. യുണൈടെക് 24 നൽകിയ അഭിമുഖത്തിൽ Su-35ഉം Su-30യും തുടക്കത്തിൽ റഷ്യ എങ്ങനെ നഷ്ടപ്പെടുത്തി, അതിനുശേഷം റഷ്യ എങ്ങനെയാണ് Su-35ഉം Su-30യും സംയോജിച്ച് ഉക്രൈൻ്റെ എയർ സ്പേസിനെ അവരുടെ നിയന്ത്രണത്തിലാക്കിയത് എന്ന നിരവധി രസകരമായ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്വീഡനിൽ നിന്നും ഒരു സുപ്രധാന അറിയിപ്പ് വന്നു. SOP-340 എയർബോൺ ഏർലി വാർണിംഗ് റഡാർ സംവിധാനം ഉക്രൈന് നൽകാൻ പോകുന്നതായി ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ ഈ വിമാനങ്ങൾ കൊടുക്കുന്നു എന്നത് ഉക്രൈനേക്കാൾ സന്തോഷം നൽകുന്നത് റഷ്യയ്ക്കാണ്. അതെന്താ അങ്ങനെ? ഉക്രൈൻ ഒരു വിമാനം നൽകിയാൽ അത് ഉക്രൈന് സന്തോഷകരമായ വാർത്തയായിരിക്കണം. അത് ഉക്രൈൻ്റെ ശത്രുരാജ്യമായ റഷ്യയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒന്നാമതായി, Su-27 പൈലറ്റായ സാബർ എന്ന കോഡ് നെയിമുള്ളയാൾ യുണൈടെക് 24 നൽകിയ അഭിമുഖത്തിൽ തുടക്കത്തിൽ ഉക്രൈൻ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവ എങ്ങനെ തരണം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, 2022 റഷ്യൻ ഉക്രൈൻ്റെ അധിനിവേശം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് ആൻറ്റി റഡാർ സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വിമാന വിരുദ്ധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. വെറും ഇലക്ട്രോണിക് ജാമിംഗ് സ്യൂട്ടുകൾ, ഇലക്ട്രോണിക് ജാമറുകളിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. മറുവശത്ത് റഷ്യയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ റഷ്യയ്ക്ക് കൂടുതൽ വിമാന വിരുദ്ധ ഉപകരണങ്ങൾ S-300, S-400 മുതലായവയും ഉണ്ടായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഉക്രൈൻ്റെ അതിർത്തിയിൽ എല്ലാം നിർത്തി അവർക്ക് എന്തും ചെയ്യാമായിരുന്നു. റഷ്യയ്ക്ക് അത്രയും സജ്ജീകരണങ്ങളുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ റഷ്യ അത് അധികമായി ഉപയോഗിച്ചില്ല. ഞങ്ങൾ പ്രതിരോധത്തിൽ നിന്നതിനാൽ ഇലക്ട്രോണിക് യുദ്ധസ്യൂട്ടുകളെ മാത്രം ആശ്രയിച്ചാണ് റഷ്യയും വന്നത്. ഉക്രൈൻ്റെ ആകാശം മുഴുവനും ജാമിംഗ് യൂണിറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് അന്ധമായി പറക്കുന്നത് പോലെയായിരുന്നു. ഞങ്ങളും റഷ്യയും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു പറഞ്ഞു. റഷ്യയുടെ വിമാനങ്ങളെ ഇത്രയധികം ആക്രമിക്കാൻ ഉക്രൈൻ്റെ Su-27 അല്ലെങ്കിൽ പൈലറ്റുമാർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് നോക്കിയാൽ, തുടക്കത്തിൽ റഷ്യ ഉക്രൈനിൽ വളരെ പരാജയപ്പെട്ടു. ഇത് പറയാൻ കാരണം, റഷ്യ ആക്രമണത്തിന് പോയപ്പോൾ അവർ ഗൈഡഡ് ബോംബുകൾ അധികം ഉപയോഗിച്ചില്ല. വ്യക്തമായി പറഞ്ഞാൽ, ക്രിക്കറ്റ് കളിക്കാൻ ഒരുപാട് പേർ ടർഫിൽ പോകും. അങ്ങനെ പോകുമ്പോൾ ബൗളിംഗ് മെഷീൻ ഉണ്ടാകും. ഇപ്പോഴുള്ളതുപോലുള്ള അഡ്വാൻസ് ബൗളിംഗ് മെഷീൻ. എത്ര സ്പീഡിൽ ബോൾ വരണം, ഏത് രീതിയിൽ ബോൾ വരണം, ബൗൺസ് ആയിരിക്കണമോ, ലെങ്ത് ബോൾ വേണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് സജ്ജീകരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കൊടുത്താൽ നമ്മൾ പറഞ്ഞ അതേ വേഗതയിലായിരിക്കും പന്ത് നമുക്ക് വരിക. ഈ ഗൈഡഡ് മിസൈലുകളുടെയും ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളുടെയും ഉദാഹരണമാണിത്. റഷ്യ തുടക്കത്തിൽ ഇതുപോലെ അത്തരം നൂതനമായ ആയുധങ്ങൾ ഉപയോഗിച്ചില്ല. ഗൈഡഡ് ബോംബുകളും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിക്കാത്ത ബോംബുകളും ഈ ഉക്രൈൻ്റെ പ്രദേശത്ത് ഉപയോഗിക്കാൻ അവർ ആഗ്രഹിച്ചു. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് അവർ അത്യാധുനിക ബൗളിംഗ് മെഷീൻ വച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് അവർ പന്തെറിയുന്ന സാധാരണ രീതിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ മിസൈൽ എറിയണമെന്നുണ്ടെങ്കിൽ വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്നാൽ മാത്രമേ ആക്യുറസി അധികമായിരിക്കുകയുള്ളൂ. 2 കിലോമീറ്റർ ഉയരത്തിൽ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നതിനും തറയിൽ നിന്ന് വെറും 500 മീറ്റർ ഉയരത്തിൽ പറക്കുമ്പോൾ അവിടെ നിന്ന് ബോംബ് ഡ്രോപ്പ് ചെയ്യുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ അൺഗൈഡഡ് ബോംബുകളുടെ കൃത്യത കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചും വിമാനത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ചും മാറുന്നു. അങ്ങനെ റഷ്യ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് അൺഗൈഡഡ് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. അവിടെയാണ് റഷ്യ കുഴപ്പത്തിലായത്. റഷ്യ ഉക്രൈനിലെ മാൻപാഡുകളിലും ചെറിയ ചെറിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും കുടുങ്ങി. റഷ്യൻ വ്യോമസേനയ്ക്ക് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഇതിന് ശേഷമാണ് റഷ്യ ഒരു വലിയ സംഭവം നടത്തിയത്. അതും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടക്കത്തിൽ റഷ്യൻ വിമാനങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും റഷ്യയെ പിന്നോട്ട് കൊണ്ടുപോയി റഷ്യയുടെ വിമാനങ്ങൾ ഉപയോഗശൂന്യമാക്കാം എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ അതിന് ശേഷമാണ് റഷ്യയുടെ കളി ആരംഭിച്ചത്. അവർ Su-35, Su-30യുമായി സംയോജിപ്പിക്കാൻ തുടങ്ങി. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിമാനങ്ങളും വെവ്വേറെ ഉപയോഗിക്കുന്നതുവരെ ഞങ്ങൾക്ക് പ്രശ്നമില്ല.
പക്ഷേ ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഈ വിമാനങ്ങളെ വേട്ടയാടുന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറി. അതിനുശേഷം ഞങ്ങളുടെ പഴയ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. റഷ്യയിലെ ഏറ്റവും മികച്ച എയർ സുപ്പീരിയോറിറ്റി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് Su-35 എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മൾട്ടി റോൾ ആക്രമണത്തിന് Su-30 ഉപയോഗിക്കാം, എന്നാൽ ഈ വിമാനം കൂടുതലും നിലത്തുപയോഗിക്കാം. ഇപ്പോൾ റഷ്യ ചെയ്യുന്നത് അവർ ആകാശത്ത് വളരെ ഉയരത്തിൽ Su-35 പറത്തുകയും നിലത്ത് Su-30 പറത്തുകയും ചെയ്യുന്നു. അതായത് വിഷ്വൽ ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്ന അത്ര ഉയരത്തിൽ Su-30 പറപ്പിക്കുന്നു. ആകാശത്ത് പറക്കുന്ന Su-35ൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, താഴെ Su-30യിലെ റേഡാറിന് 120 ഡിഗ്രിയിൽ കൂടുതൽ കവറേജ് നൽകാൻ കഴിയും. ഉക്രൈനിൽ നിന്നും 200 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ടാർഗറ്റിനെ പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഇത്തരമൊരു വിമാനത്തിൽ അവർ എയർ ടു എയർ ടാർഗറ്റ് മിസൈലുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. R-37 പോലെയുള്ള എയർ ടു എയർ മിസൈലുകൾ അവർ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും വിമാനമോ മിസൈലോ ഈ വിമാനത്തിന് നേരെ വന്നാൽ, അല്ലെങ്കിൽ Su-30ക്ക് നേരെ വന്നാൽ, അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള വഴികാട്ടിയായിട്ടാണ് ഈ Su-35നെ അയച്ചത്. എന്നാൽ താഴെ പറക്കുന്ന Su-30ന് യാതൊരു പങ്കുമില്ല. ഗ്രൗണ്ട് ആക്രമണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. Kh-29 എയർ ടു എയർ സർഫസ് മിസൈൽ കൊണ്ടുപോയി ഉക്രൈൻ്റെ റേഡാർ യൂണിറ്റ്സ് നശിപ്പിക്കുകയും ഗ്രൗണ്ട് ടാർഗറ്റ്സ് തകർക്കുകയും ചെയ്യും. ഇവർ രണ്ടുപേരും ചേർന്ന് ഉക്രൈൻ ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കി. ഇതിൽ റഷ്യ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ റഷ്യ 100% വിജയിച്ചു. ഈ വിമാനങ്ങളെ വേട്ടയാടാൻ ഉക്രൈന് വളരെ ബുദ്ധിമുട്ടായി. Su-30യിൽ ഉപയോഗിച്ചിരുന്ന മിസൈലുകളാണ് ഇതിന് പ്രധാന കാരണം. മിസൈലുകളുടെ കാര്യത്തിൽ 2 രീതിയിലാണ് റഷ്യ അത് ഉപയോഗിച്ചത്. ഒന്ന് TV ഗൈഡൻസ് ഉള്ള മിസൈൽസ്, മറ്റൊന്ന് സെമി ആക്റ്റീവ് ലേസർ ഗൈഡൻസ് ഫ്രം റിഫ്രാക്ടർ ലേസർ ഇല്യൂമിനേഷൻ. ഈ 2 രീതിയിലുള്ള മിസൈൽസ് ഉപയോഗിച്ചതുകൊണ്ടാണ് Su-30 വളരെയധികം വിജയങ്ങൾ നേടാൻ കഴിഞ്ഞത്. ഒരു ടാർഗറ്റ് ലോക്ക് ചെയ്താൽ അതിനുശേഷം 1000 മീറ്ററിലേക്ക് മിസൈൽ ലോഞ്ച് ആയില്ല, അല്ലെങ്കിൽ ഒരു ഇവേസീവ് മാനുവർ ഈ ഒരു എയർക്രാഫ്റ്റ് ചെയ്താൽ ലോക്ക് ചെയ്ത ലക്ഷ്യത്തിൽ കൃത്യമായി തൊടാനുള്ള കഴിവ് ഈ മിസൈലിനുണ്ട്. ഇതിന് പകരമായി റഷ്യക്കെതിരെ ഉക്രൈനും നിരവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് Su-35ന് സർപ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ Su-30ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഉക്രൈന് ഒരു വിജയവും ഉണ്ടായിട്ടില്ല. ആദ്യ നാളുകളിലുണ്ടായ നഷ്ടങ്ങളിൽ റഷ്യ ഉക്രൈനോട് പകരം ചോദിച്ചത് ഇങ്ങനെയാണ്. അടുത്ത് നമുക്ക് മറുവശത്തുള്ള SAP-340 നോക്കാം. റഷ്യയെ സംബന്ധിച്ച് റഷ്യൻ A-50 വിമാനം അവർക്ക് വലിയ അപമാനമായി മാറി. ഇതിന് കാരണം A-50 ആകാശത്ത് പറക്കാൻ കഴിയുന്ന ഒരു റേഡാർ സ്റ്റേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രാജ്യത്തിൻ്റെ വ്യോമസേനയ്ക്ക് ധാരാളം കവറേജും ഉപയോഗവും നൽകും. അങ്ങനെയുള്ള വിമാനങ്ങളെ ഉക്രൈൻ്റെ കണക്കനുസരിച്ച് റഷ്യയുടെ 2 A-50 വിമാനങ്ങൾ വെടിവെച്ചതായി ഉക്രൈൻ അറിയിച്ചു. റഷ്യ കൺഫേം ചെയ്തത് ഒരു A-50 വിമാനം നഷ്ടപ്പെട്ടുവെന്ന്. ഈ സാഹചര്യത്തിൽ ഉക്രൈൻ്റെ പക്കൽ ഇങ്ങനെ യാതൊരു വിമാനവും ഇല്ലായിരുന്നു. നമ്മൾ ശത്രുവിൻ്റെ ലക്ഷ്യത്തെ വെടിവെച്ച് വീഴ്ത്തിയാലോ, അല്ലെങ്കിൽ ശത്രു നമ്മുടെ ലക്ഷ്യത്തെ വെടിവെച്ച് വീഴ്ത്തിയാലോ അതിൻ്റെ മൂല്യം കൂടുതലാണെങ്കിൽ, അത്രയും നഷ്ടം അവർക്ക് നമ്മൾ നൽകണം എന്നുണ്ടെങ്കിൽ അതേ മൂല്യത്തിലുള്ള ഒരു ടാർഗറ്റിനെ നശിപ്പിക്കണം. എന്നാൽ ഇപ്പോൾ റഷ്യയ്ക്ക് ഉക്രൈനിൽ അത്തരം ഒരു ലക്ഷ്യവും വെടിവെക്കാൻ കഴിഞ്ഞില്ല. അതവർക്ക് സാധിക്കുകയുമില്ല. കാരണം ഉക്രൈന് അത്തരം ഒരു വിമാനമേ ഇല്ല. ഉണ്ടെങ്കിലല്ലേ നശിപ്പിക്കാൻ സാധിക്കൂ. പകരം വേണമെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താം. എന്നാൽ ഇപ്പോൾ റഷ്യയ്ക്ക് ആ അവസരം നൽകാനുള്ള മാർഗമെന്ന നിലയിലാണ് സ്വീഡന്റെ പ്രഖ്യാപനം. SAP-340 എയർബോൺ ഏർലി വാർണിംഗ് റേഡാർ സിസ്റ്റം എയർക്രാഫ്റ്റ് ഞങ്ങൾ ഉക്രൈൻ നൽകാൻ പോകുന്നുവെന്ന് അവർ അറിയിച്ചു. ഈ വിവരം കേട്ടതും റഷ്യയുടെ വിമാന പൈലറ്റുമാർക്ക് വളരെ സന്തോഷമായി. പ്രത്യേകിച്ചും Su-57 പ്രവർത്തിപ്പിക്കുന്ന പൈലറ്റിന്. ഇതിൽ വളരെ ആകാംക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിത്ര പ്രധാനമാണെന്ന് നോക്കിയാൽ, ഇതുവരെ ചില സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഉപയോഗിച്ച മിസൈലുകളുടെ കണക്കനുസരിച്ച് Su-57 ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ഔദ്യോഗികമായി റഷ്യ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ സ്വീഡന്റെ ഈ വിമാനം വന്നാൽ റഷ്യയും അത് ഉപയോഗിക്കുമെന്ന് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്നതിന് കാണാം ഏത് വിമാനമാണ് Su-57ൽ കുടുങ്ങുന്നത് എന്ന്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.